ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കിച്ചൂസ് വിഷൻ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ആദരവിന്റെ വീഡിയോ പറയാൻ വേണ്ടിയിട്ടാണ്. വേറെ ആരുമല്ല, നമ്മുടെ രജനി നീതി ലാബ് വായനശാലയ്ക്ക് വേണ്ടി സമർപ്പിച്ച നമ്മുടെ കുഞ്ഞുമോൻ ചേട്ടന്റെ നല്ല മനസ്സിന് നമ്മുടെ അരങ്ങ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം അവർക്ക് ഒരു ആദരവ് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ CP ഷാജി ഉൾപ്പെടെ ആലപ്പി ഋഷികേശ് പ്രമുഖ വ്യക്തികൾ എല്ലാവരും കൂടുന്ന ഒരു ചടങ്ങാണ്. അപ്പൊ അത് അരങ്ങ് എന്നൊരു സംഘടന നമ്മുടെ കുഞ്ഞുമോൻ ചേട്ടന് ആദരവ് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സൗഹൃദവേദി വായനശാലയെ വെച്ച് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതേ പറ്റിയ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം. ഇത്ര ഫേമസ് അറിയത്തില്ല. ലോകം മുഴുവൻ വായനക്കാരെ കൊണ്ട് നമ്മളതിനകത്ത് സാമ്പത്തികമാണെന്നില്ല. അതുപോലെ തന്നെ ചെറിയ പലിശയോടുകൂടി കഴിഞ്ഞ പ്രാവശ്യം അല്ല ഇത് കണക്കന്നെ അത് ശരി. പോയ വഴി ഇവിടെ കുറെ പേർക്ക് മെമ്പർമാർക്ക് ഡിവൈഡ് എടുക്കുകയും ചെയ്യും. സമയത്തോടാണ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ ആദരിക്കുന്ന ചടങ്ങ് ആരംഭിക്കുകയാണ്. ഇവിടെയുള്ള സീറ്റിലേക്ക് എല്ലാവരും പ്രിയപ്പെട്ടവരെ, ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഋഷിയുടെ കുഞ്ഞുമോനെ ആദരിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന കെ കാർമൽ സെൻട്രൽ സ്കൂളിലെ പ്രിൻസിപ്പൽ ആദരണീയനായ സാംജേച്ചൻ, ബഹുമാനപ്പെട്ട മുഹമ്മദ് പ്രസാദ്, ഡേവിസ, സുജിത്ത് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട കുഞ്ഞുമോൻ. അരങ്ങ് മുഹമ്മദിൽ വലിയൊരു സംഭവമൊന്നുമല്ല. ഒട്ടനവധി ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കഴിവില്ലാത്ത അമ്മമാർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുക, മരുന്ന് വാങ്ങിച്ച് നൽകുക, ഡ്രസ് വാങ്ങിച്ച് നൽകുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ ചടങ്ങുകൾ. ഇത് കഴിഞ്ഞ 2 വർഷമായിട്ട് 1000-ലധികം അമ്മമാർക്ക് ഊണ് കൊടുക്കാനായിട്ട് അരങ്ങിന് സാധിച്ചു. അതൊന്നും വലിയ പബ്ലിസിറ്റി കൊടുക്കാതെ കടന്നു പോകുന്ന കാര്യങ്ങൾ. അതേപോലെ പൊതുവിഷയങ്ങളിലും ഇന്ന് ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുവാൻ അരങ്ങ് ശ്രമിക്കാറുണ്ട്. ആ അഭിപ്രായങ്ങൾ പറയുന്നതനുസരിച്ച് പല സ്ഥലങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളുണ്ടാകും. ഞാൻ എപ്പോഴും മുഹമ്മയിൽ കണ്ടിട്ടുള്ള 2 കാര്യങ്ങൾ, ഒന്ന് മുഹം ആശുപത്രിയും മറ്റൊന്ന് പാതിരാമണയും. മുഹം ആശുപത്രിയെ കുറിച്ചൊക്കെ ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിൽ നമുക്ക് പോകുന്നു വരും. ഏതെങ്കിലും പോലീസായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മർദ്ദമായിട്ടോ. അത് പല സന്ദർഭങ്ങളിൽ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആശുപത്രിയെ കുറിച്ച് നമ്മളൊരു കൃത്യമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയിൽ നിന്നും നമ്മളെ ചോദ്യം ചെയ്യാൻ ആകും. എങ്കിലും അതെല്ലാം നമ്മൾ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് അരങ്ങെന്ന് പറയുന്ന കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ സമയങ്ങളിൽ ഒരു ഗ്രാമവും ഗ്രാമവാസികളും എന്നും ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളെ എന്നും മുഹമ്മയുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും ആ പ്രിയപ്പെട്ടവരെയെല്ലാം സമൂഹത്തിന് മുഖ്യധാരയിൽ ഇങ്ങനെ ഒരാൾ ഇവിടെയുണ്ട് എന്ന് ഈ ലോകത്തിനോട് വിളിച്ചു പറയുവാൻ അരങ്ങെന്നും മുന്നോട്ട് വന്നു. ആ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞുമോനെ കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പോട്ട് തന്നെ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കുഞ്ഞുമോനെ ആദരിക്കുക എന്നത്. കാരണം ഓരോ വ്യക്തിയും നമ്മൾ കൃത്യമായും
ശ്രദ്ധിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളും വ്യക്തിജീവിതങ്ങളും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ പ്രിയപ്പെട്ടവരെയും അരങ്ങ് ഇന്ന് വരെ ആദരിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് കുഞ്ഞുമോൻ ചെയ്ത ഏറ്റവും മഹനീയമായ കാര്യം 8 സെന്റ് സ്ഥലത്ത് മനോഹരമായ ഒരു കെട്ടിടം വെച്ച് അവിടെ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഉപകരണങ്ങൾ ഉൾപ്പെടെ തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി രജനിയുടെ സ്മരണയ്ക്കായി ഈ നാട്ടിൽ ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവർക്ക് ഇന്നും വരുന്ന കാലങ്ങളിലും പ്രയോജനം ചെയ്യുക എന്ന സ്മരണകളോടെ ഇത്രയും മഹിമമായ ഒരു സ്ഥാപനം സമർപ്പിച്ച കുഞ്ഞുമോനെ ആദരിക്കാതിരിക്കുന്നത് ഞങ്ങളെപ്പോലെയും മുഹമ്മയിലെ ഓരോ പ്രിയപ്പെട്ടവർക്കും സാധ്യമല്ല. കാരണം അത്രയേറെ മഹിമമായ ഒരു വ്യക്തിത്വത്തെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരിക്കുക എന്ന ആ കർത്തവ്യം കടമയാണ് ഇന്നിവിടെ നിർവഹിക്കുന്നത്. അതേപോലെ ഒത്തിരി വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരി ഡിഗ്രികളും അംഗീകാരങ്ങൾ നേടിയ അച്ഛൻ മുഹമ്മയുടെ ഒരു വലിയൊരു നമ്മളെല്ലാം അറിഞ്ഞിരിക്കപ്പെടേണ്ട വ്യക്തിത്വം തന്നെയാണ് അച്ഛനെ സ്നേഹ ബഹുമാനത്തോടെ മഹിമമായ ചടങ്ങിലേക്ക് സ്വാഗതം. ഈ ചടങ്ങിൽ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ആർട്ടിസ്റ്റ് ബേബി സാർ ബാലമംഗലത്തിലൂടെ ഡിങ്കൻ എന്ന കഥാപാത്രം ഒരു കാലഘട്ടത്തിലെ തലമുറയുടെ കണ്ണുകളിലൂടെ അവരുടെ മനസ്സുകളിൽ എന്നും ഡിങ്കൻ എന്ന കഥാപാത്രത്തിന് ജീവനേകി ആ ഡിങ്കൻ എന്ന കഥാപാത്രത്തിന് രൂപം നൽകിയ ബേബി സാർ മുഹമ്മക്കാരനാണ്. എന്നാൽ പല ആൾക്കാർക്കും സാർ മുഹമ്മക്കാരനാണെന്ന് അറിയില്ല. സാറിനെ ബഹുമാനത്തോടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെ പേര് പറഞ്ഞാലും ഒരുപാട് സമയം തരും. അതുകൊണ്ട് എല്ലാവരുടെ പേര് പറയുന്നില്ല. എല്ലാവരും അല്പ ബന്ധുക്കളാണ്. ഈ കായ്പുറം എന്ന് പറയുമ്പോൾ ഞാൻ കലാകാരനായിട്ട് തുടങ്ങുന്നത് കായ്പുറത്താണ്. തുടങ്ങുന്നത് പൂജപ്പള്ളിയിലാണെങ്കിലും എനിക്ക് വേങ്ങപ്പള്ളിയായിട്ട് ഭയങ്കര ഒരു ബന്ധമുണ്ട്. രാജൻ ദേവി ഞാനുമായി അവിടെ വന്ന് നാടകം ചെയ്തതും കുഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. കുഞ്ഞുവിനേക്കാൾ വെച്ച് വിടാൻ കുഞ്ഞുവിനായിട്ട് മറ്റൊരു ബന്ധം കൂടെ ഉണ്ട്. തൊട്ട് അയൽവക്കത്താണ് അമ്മ വീട്. എൻ്റെ വീടിന് തൊട്ടടുത്താണ്. പണ്ട് മുതലേ നല്ല കാര്യങ്ങൾക്കായി മാത്രം മനസ്സ് മാറ്റിവെച്ച ഒരാളാണ് കുഞ്ഞു. അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ഏത് കാര്യവും നമ്മൾ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ കഴിയൂ. അപ്പോൾ പൈസ ഉണ്ടാക്കി പോക്കറ്റ് വെച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നല്ല കാര്യങ്ങൾ ചെയ്യാൻ മനസ്സ് വേണം. അപ്പൊ ഇതിനപ്പുറത്തിന് ഈ നാടിന് വേണ്ടി കുഞ്ഞു ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം ഇത് നമ്മൾ ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു കാര്യം അതാണ്. നമ്മുടെ അമ്മമാരെന്ന് വെച്ചാൽ ഒരിക്കലും വേണ്ട. ഇത് ഭയങ്കരമാണ്. ഭയങ്കര ടേസ്റ്റുള്ള മീൻ കറി. അപ്പൊ അതൊക്കെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഈ പഴയ കാര്യങ്ങളൊക്കെ ഈ നമ്മുടെ പുതിയ തലമുറയെ ശരിക്കും അറിയിക്കാൻ അച്ഛന്റെ പുസ്തകം ഒന്ന് വായിച്ചാൽ മതി. അതില് ഈ പഴയ കാലത്ത് നമ്മൾ എന്തെല്ലാം ഉപയോഗിച്ചിരുന്നു അതിനെ കുറിച്ചൊക്കെ അച്ഛൻ വിഷയമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മളെ തേടി വരുന്ന ആദരവുണ്ട്. അതിനാണ് മഹത്വം. അപ്പൊ കുഞ്ഞുമോനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുമോനെ തേടി വന്ന ആദരവാണ്. ഷാജിയും അരങ്ങിന് ഒരു പ്രത്യേകത ഉള്ളത് നന്മകൾ എവിടെയുണ്ടോ അവിടെയൊക്കെ അരങ്ങ് ചെല്ലുകയും അവരെയൊക്കെ ആദരിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ ഇത്രയും മഹത്വമായ ഒരു കാര്യം ചെയ്ത കുഞ്ഞുമോൻ ഈ രീതിയിലല്ല. ഇപ്പൊ ഇവിടുത്തെ സൗഹൃദവേദിയിലാണെങ്കിലും എന്ത് കാര്യത്തിലും കുഞ്ഞുമോൻ ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ അതിന്റെ പൂർണ്ണ വിജയം കണ്ടേ പിന്മാറുള്ളൂ. അപ്പൊ അതൊരു നിസ്സാര കാര്യമല്ല. ആ ഒരു മനസ്സ് തന്നെയാണ് ഏറ്റവും വലുത്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും എപ്പോഴും കുഞ്ഞുങ്ങളോടൊപ്പം ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. അടുത്ത ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി നമ്മൾ ഇന്ന് കേൾക്കാൻ അച്ഛനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഈ കായ്പുറം ഏരിയയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അച്ഛനെ സ്നേഹ ബഹുമാനത്തോടെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇവിടെയിരിക്കുന്ന ആരെങ്കിലും എന്നെ ആരും സ്നേഹിക്കണ്ട എന്ന് പറയുന്നു. ഈ സ്നേഹവലയത്തിലാകാൻ ഒരു എളുപ്പമാർഗമുണ്ട്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. ഞാൻ കുഞ്ഞുചേട്ടന് നന്മ ചെയ്താൽ ഉറപ്പായി കുഞ്ഞുചേട്ടൻ എന്നെ സ്നേഹിക്കില്ലേ? നമ്മുടെ കൃഷിയാണ് എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി. എന്തുകൊണ്ടാണ് നമ്മളെല്ലാം സ്നേഹിക്കാൻ? അദ്ദേഹം എല്ലാവരുടെ അടുത്തും വരും, ആദരവോടുകൂടി സംസാരിക്കും, ഭയങ്കര ഒരു മാധുര്യമുള്ള വ്യക്തി. ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നന്മ കടന്നു വരുമ്പോൾ നാം സ്നേഹമുള്ളവരാവും, മറ്റുള്ളവർ സ്നേഹമാവും. ഈ സൗഹൃദവേദിയിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് അടുത്ത തലമുറയിലെ മക്കൾക്ക് വേണ്ടി നിങ്ങളൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ ഈ തലമുറയുടെ നന്മ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ ഇപ്പോഴേ അവർ പ്രയത്നിക്കുന്നു. അതെനിക്ക് തോന്നുന്നു ഈ സംഘടനയുടെ വലിയൊരു കാര്യമാണ്. ഈ സംഘടനയ്ക്ക് നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. നമ്മൾ ലഹരിയെ പറ്റിയൊക്കെ പറയും, പക്ഷെ നമ്മൾ എത്ര പേര് അടുത്ത തലമുറ ചേർത്ത് പിടിക്കും? അതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇന്ന് ഇവിടെ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ്.
കുഞ്ഞുമോൻ എന്ന വ്യക്തി ഒരു ഒരു പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു നന്മയുടെ പ്രതിരൂപം. ഇങ്ങനെ കായ്പുറത്ത് ഇത്രമാത്രം നന്മ ചെയ്യാൻ പറ്റും എന്ന് വിളിച്ചോതുന്ന ഒരു മഹാപ്രസ്ഥാനം. ഈ നന്മയ്ക്ക് നമുക്ക് എല്ലാ പിന്തുണയും കൊടുക്കാം, നമ്മുടെ സ്നേഹവും ആദരവും നമുക്ക് കൊടുക്കാം. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവിധ ആശംസകളും. അച്ഛന്റെ നല്ല വാക്കുകൾക്ക് സ്നേഹത്തോടെ നന്ദി. അടുത്തതാണ് നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് കുമാർ സാർ. ബഹുമാനപ്പെട്ട വിഷയങ്ങൾ സ്നേഹനിധിയായ സന്ദേശ് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ക്ഷീണനും ഫാദറും പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ വാക്കുകൾക്കപ്പുറത്തേക്കാണ് ചില സാഹചര്യങ്ങൾ നമ്മുടെ ഹൃദയം കൊണ്ട് സന്തോഷപ്രദമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാടിന് ഇത്രയധികം സേവനം നൽകി മുന്നിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ചെയ്യുന്നതിലെല്ലാം നാട് തീരാത്തൊരു കടപ്പാട്, എന്നും കടലോളം കടപ്പാട് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് സംഘടിപ്പിച്ച അരങ്ങിനും സൗകര്യത്തിനും എല്ലാ നന്മകളും പകർന്നു ആശംസിച്ചുകൊണ്ട് ഞാൻ അവർക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി. അതുപോലെ ബാലമംഗളത്തിൽ ഡിങ്കൻ എന്ന കഥാപാത്രത്തിന് ഒരു കാലഘട്ടത്തിൽ വായനയുടെ ആ വായന ഹൃദയത്തിലേറ്റിയ കഥാപാത്രം ഡിങ്കനെ ഡിസൈൻ ചെയ്ത വ്യവസായങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കും. വലിയൊരു സന്ദർഭത്തിന്റെ ഇത് ഉദ്ഘാടന ആദരവ് കൊടുക്കുന്ന രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടിയാണ് നിൽക്കുന്നത്. നമ്മുടെ നന്മയുടെ ഉറവിടം പറ്റിയിട്ടില്ല എന്നുള്ള ഒരു മഹത് വചനമാണ് നമ്മളിവിടെ ഓർക്കുന്നത്. ഇന്ന് പത്രമാധ്യമങ്ങൾ തുറന്നാൽ നമ്മൾ ചിന്തിക്കും ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ്. നമുക്ക് വളരെ വിഷമത്തോടുകൂടിയായിരിക്കും പത്രം ദൃശ്യമാധ്യമങ്ങളെല്ലാം കാണുന്നത്. പക്ഷേ ഇതുപോലുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ വളരെ സന്തോഷം തോന്നും. നമ്മുടെ നാട് നല്ല രീതിയിലാണ് പോകുന്നത്. ഈ നാട്ടുകാരും അതോടൊപ്പം തന്നെ നിൽക്കുന്ന എല്ലാവരും നല്ല കാര്യത്തിന് പിന്തുണ കൊടുക്കും. അതുപോലെ തന്നെ ഇവരെ ആദരിക്കാൻ ഒരു നമ്മുടെ അരങ്ങ് എപ്പോഴും മുന്നിലുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അരങ്ങായിരിക്കും ഏറ്റവും ആദ്യം സമൂഹ മാധ്യമത്തിൽ കൊണ്ടുവരുന്നത്. വളരെ വളരെ നല്ലൊരു കാര്യമാണ് അരങ്ങിന്റെ ഈ പ്രവർത്തനം ചെയ്യുന്നത്. എന്നും വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയാം അരങ്ങ് ആ വയോധികരെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് ഞാൻ പങ്കെടുക്കുകയുണ്ടായി. വളരെ നല്ല, എല്ലാവരും അവഗണിക്കപ്പെട്ടിരുന്ന ഒരു രീതിയിൽ അത് അവരെ ചേർത്ത് നിർത്താനുള്ളൊരു മനസ്സ് കാണിക്കുന്നു. അപ്പോഴാണ് നമുക്കിവിടെ നന്മയുടെ ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. അവർക്ക് വലിയ നല്ലൊരു മാതൃകയാണ്. തീർച്ചയായിട്ടും അവർക്കും ഈ നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാൻ. തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും പറയാനുണ്ടാവും. ഒക്കെ എല്ലാവർക്കും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എന്റെ ചുരുങ്ങിയ വാക്ക് സംഭവിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. സ്നേഹത്തോടെ പ്രസ്താവന നമസ്കാരം. വേദിക്ക് മുന്നിലിരിക്കുന്ന എല്ലാവർക്കും വളരെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. ചെറിയ വേദി, ചെറിയ സദസ്സ്, ചെറിയ ആൾക്കൂട്ടം, പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യത്തിന്റെ പ്രാധാന്യമാണ് വലുത്. ഇരിക്കുന്ന കുഞ്ഞുമഞ്ചേട്ടന്റെ ആഗ്രഹത്തിൽ നിന്നും പുള്ളിയുടെ ആഗ്രഹത്തിലെത്തി ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു നീതി ലാബ് ഈ നാട്ടുകാർക്ക് വേണ്ടി സ്ഥാപിച്ചിരിക്കുക. ഇദ്ദേഹത്തെ കുഞ്ഞുമോൻ എന്ന് ഞാൻ വിളിക്കില്ല, വലിയ മോൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്കും വലിയ മനസ്സിന്റെ ഉടമയായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നല്ല കാര്യം നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റിയത്. ഇനി നല്ല കാര്യങ്ങൾ അദ്ദേഹം ഒരുപാട് ചെയ്യട്ടെ. എല്ലാവരും ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട സുജിത്ത് വേദിയിൽ പ്രിയപ്പെട്ട അരങ്ങ് ഒരുപാട് വ്യത്യസ്തമായ പരിപാടികൾ എടുക്കാറുണ്ട്. ഞാനും പലതിലും പങ്കെടുക്കുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും നല്ല പരിപാടി, ഏറ്റവും ജനപങ്കാളിത്തം കൊണ്ടൊക്കെ എല്ലാം കൊണ്ടും ചെറിയൊരു വ്യത്യസ്തമായ പരിപാടിയാണെന്ന് ഇടയ്ക്ക് ചോദിച്ചാൽ ഞാൻ പറയും ഇതാണെന്ന് പറയും. അത്തരത്തിലൊരു മനോഹരമായ പരിപാടി സാധാരണ ഇത്തരം ആൾക്കൂട്ടം ഉണ്ടാകാറില്ല. അപ്പൊ അതനുസരിച്ച് ഞാൻ ഈ ഡ്രസ്സിലേക്ക് വന്നത്. അപ്പൊ ഇത്ര മികച്ചൊരു പരിപാടി സംഘടിപ്പിച്ച ടീമിനെ ഫുള്ള് എല്ലാ ആശംസകളും നമ്മൾ നേരിടുക. മാത്രമല്ല ഇപ്പൊ കുഞ്ഞുമോൻ ചേട്ടനാണ് ഈ പരിപാടി ഇത്ര ആരും ചെയ്യാത്ത കാര്യമാണ്. ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ അറിയാം 25,000 രൂപ മുടക്കി കഴിഞ്ഞാൽ വലിയൊരു പബ്ലിസിറ്റി നേടാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതലുള്ളത്. അങ്ങനെയുള്ളവരാണ് കൂടുതലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ എടുക്കുന്നത്. പക്ഷെ 10-80 ലക്ഷം രൂപ ഈ ഒരു കാര്യത്തിന് മുടക്കുക എന്നൊരു നിസ്സാര കാര്യമില്ല. ആരും ഇപ്പൊ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെടുത്താൽ പോലും ഒരാൾക്ക് തോന്നാത്ത ഒരു രീതിയാണ് കുഞ്ഞുമോൻ നടപ്പാക്കിയിരിക്കുന്നത്. അതിന് കുഞ്ഞുമോൻ ചേട്ടൻ മാത്രമല്ല, വീട്ടുകാരി അതുപോലെ തന്നെ ഈ ടീമിൽ നോക്കുമ്പോൾ അറിയാം എല്ലാം തന്നെ അടിപൊളി ടീമാണ് ഇവിടെ ഉള്ളത്. അപ്പം ഈ സൗദി വായനശാലൊക്കെ ഇത് മാത്രമല്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ പണ്ടത്തെ ആൾക്കാർ അത്രയുള്ള ആയുസൊന്നും ഇപ്പം കാലം പ്രതീക്ഷിക്കുന്നത് നമ്മളൊക്കെ വലിയ റിസ്ക് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അപ്പൊ ഉള്ള കാലത്ത് നമുക്ക് ഒരുപാട് വ്യത്യസ്തമായ പരിപാടികൾക്ക് നാട്ടുകാർക്കും
ഒക്കെ വേണ്ടി എടുക്കാനായിട്ട് കഴിയണം. അപ്പൊ അതിനുള്ള ടീം ഫുള്ളിവിടെ ഉണ്ട്. അപ്പൊ നല്ല മികച്ച പ്രവർത്തനങ്ങൾ ഇനി ഒരുപാട് പ്രതീക്ഷിച്ചുണ്ട്. കാർഷിക മേഖലയൊക്കെ ഇടപെടാൻ താല്പര്യമുണ്ടെങ്കിൽ ഓണക്കാലം വരാനുള്ളത് വലിയൊരു പൂക്കൃഷിയൊക്കെ നമുക്ക് ഒരു 50 ഒരേക്കറിലൊക്കെ നല്ലൊരു വിജയമായിരിക്കും. ഒരു ടീം വർക്ക് ഉണ്ടാവും അല്ലെ, ഇടക്കിടക്ക് ലൈവായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ടീമുകൾ കരുത്ത് വരാനൊക്കെ സഹായിക്കും. അപ്പൊ അതിന് പൂർണ്ണ പിന്തുണ ഉണ്ടാവും. നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാഹിത്യവുമായി വൈകാരികമായ ബന്ധം ഒന്നും പുലർത്തുന്ന ചേട്ടൻ, സുജിത്ത്, ബേബി സാറ്, സന്തോഷ് സാറ്, കലാകാരൻ പ്രസാദ്, സുധീർ സാറ്, അന്നത്തെ പ്രിയമുള്ള രാമസഭ വിനോദ്, അജിമൻ, തോമസേട്ടൻ, പ്രിയമുള്ള സാധുക്കാരൻ, നമ്മുടെ ഇവിടെ സംസാരിച്ച എല്ലാ പ്രമുഖ വ്യക്തികളും ഇതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഈ ആഗ്രഹം കാണുന്നത്, പിന്നെ അത് ആഗ്രഹം ഒരു മാസമായിരുന്നു. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതൽ 15 ദിവസം കാലങ്ങളിലൊക്കെ കാറ്റിപ്പോക്കും. അത് ജോലി കിട്ടിയപ്പോൾ കാറ്റിപ്പോക്ക് നടത്താൻ പറ്റാതായിട്ടും ജോലി കിട്ടിയ സമയത്തുണ്ട്. വായനശാലയിലാണ് 1997 1 മുതൽ ഇന്ന് വരെ വായനശാല പ്രസിഡന്റ്. അപ്പോൾ ആ രംഗത്ത് കാറ്റിപ്പോക്കിൽ കുറച്ചുകൂടി സജീവമായ വായനശാല പോലും വരുന്നുണ്ട്. എൻ്റെ ആളുകളിലൊക്കെ പ്രധാന ഒരു മൂല കാരണം നമ്മുടെ സൗകര്യ വായനശാല പ്രവർത്തനമാണ് ഞാൻ ശ്രമിക്കുന്നത്. വളരെ കൂടുതൽ വ്യക്തിപരമായി ഞാൻ പൈസമായി ലാഭം ഉണ്ടാക്കുന്നത് ശരി തന്നെയാണെങ്കിൽ അത് പ്രവർത്തനത്തിന് കൂടുതൽ അറിയാൻ സൗകര്യ വായനശാല എനിക്ക് നൽകിയ ആഗ്രഹം സൗകര്യ വായനശാലയ്ക്ക് നൽകുന്നതായിട്ട് ഞാൻ വായനശാലയെ സംബന്ധിച്ചിടത്തോളം അറിയാൻ എല്ലാ വർഷവും നമ്മളത്തിൻ്റെ കഴിവുണ്ട്. ഈ നാട് മുഴുവൻ നന്നാക്കാൻ നമുക്ക് പറ്റുന്ന കാര്യമാണ്. നമ്മൾ വസിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കൊണ്ട് കഴിയാവുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുന്നതാണ്. സാധാരണ ഒരു വായനശാല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സംഘടനകളാണ് നാട്ടിൽ കൂടുതലുള്ളത്. പക്ഷെ അങ്ങനെയുള്ള സംഘടനകൾ ഒരുപാട് ഈ നാട്ടിലുള്ളതുകൊണ്ടാണ് നമ്മൾ വായനശാല പ്രവർത്തനത്തിൽ വിഭിന്നമായി ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ അതിലൂടെ കുറച്ച് മുൻതൂക്കം മുന്നോട്ട് വരുന്നത്. നമ്മളെല്ലാ വർഷവും ഇത്തവണ തന്നെയാണ് ഇത്തവണ തന്നെയാണെങ്കിൽ നമ്മുടെ വായനശാലയുടെ വാർഷികത്തിന് 10 ലക്ഷം രൂപയുടെ പഠനോപകരണമാണ് നല്ല പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യമായി നൽകിയത്. അതുപോലെ തന്നെ കുറേ കുട്ടികൾക്ക് പാവപ്പെട്ട മക്കൾക്ക് സൈക്കിൾ, കുറേ അധികം പൈസ ചികിത്സാപര സഹായം, അങ്ങനെ 10-200ഓളം കുട്ടികൾക്കും ക്യാഷ് അവാർഡ്, ട്രോഫി, അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയാവുന്നൊക്കെ ഒന്ന് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനൊക്കെ പൈസ തരുന്ന ആൾക്കാർ നമുക്ക് 2 ദിവസം 2 പേര് കോവളം കൊടുത്ത് വായനശാല കാണാമെന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത് എങ്ങനെ നടക്കുന്നതായിരുന്നു, ഇത്ര പൈസയൊക്കെ നടക്കുന്നതാണ്. ശരിയാണ്, അതിനെ സംബന്ധിച്ച് ന്യായമായ ഒരു സംശയമാണ്. നാട്ടിൻപുറത്തോട്ട് ചെറിയ സംഘടനയ്ക്ക് ഇത്തരം വലിയൊരു പരിപാടി എങ്ങനെ എപ്പോഴും നടത്താൻ പറ്റുമെന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വായനശാലയുടെ കൂട്ടായ്മയുണ്ട്. അതായത് വായനശാല പ്രവർത്തിക്കുന്ന 9 സോഷ്യൽ ഗ്രൂപ്പുകൾ, 150 കുട്ടികളടങ്ങുന്ന ഗ്രൂപ്പ്, ചങ്ങാതിക്കുട്ട ഗ്രൂപ്പ്. ഇതിലെല്ലാ പ്രവർത്തനവും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇത്രയും വർഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടങ്ങളൊന്നായി കാണുന്നത് സൗകര്യ വായനശാലയെ ഉത്തരവുകൾ കൊണ്ടുപോകാനും അതിനൊരു നേതൃത്വം നൽകാൻ കഴിയുമെന്നാണ് ഞാൻ പ്രധാനമായിട്ട് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം അത്ര ഒരു കൂട്ടായ്മ എന്നതൊന്നും ഇതിന് സത്യസന്ധത ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം നമുക്കുള്ള പരിപാടി കിട്ടും. നമ്മൾ വ്യാപകമായ രസീതുമായിട്ട് എന്നും പോയി 2001 ലക്ഷം വീട് വീടാന്നുള്ള ജനങ്ങൾ രസീതായിട്ട് എതിർപ്പിക്കാൻ പോയി. പക്ഷെ എന്നാലും നമ്മുടെ ഈ ചെറിയ സംഘടനകൾ 1 ലക്ഷവും 2 ലക്ഷവും എല്ലാ വർഷവും വാർഷികത്തിന് ഭരണാൾക്കാർക്ക് 1,09,000 ഭരണാൾക്കാരുണ്ട്. അതൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് വിശ്വാസം നമുക്ക് 25 രൂപ തന്നാൽ ആ 25 രൂപ കാര്യമാത്രമായ രീതിയിൽ ഉപയോഗിക്കുന്ന വിശ്വാസമുള്ളതാണ് നമുക്ക് എത്ര നന്നായി പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ എന്നെ ഉദാഹരണമാണ്, കഴിഞ്ഞ വർഷം ഞാൻ വായനശാലയുടെ വാർഷികത്തിൽ ഞാൻ 1 ലക്ഷം രൂപ എല്ലാം വേണ്ടി സംഭാവന കൊടുത്തായിരുന്നു. എല്ലാ കെയർ ഓഫിൽ തന്നെ 2-3 പേര് 30,000 40,000 വെച്ച് അങ്ങനെ വേറെ 1,20,000 രൂപ വരെ കിട്ടുക. ഈ പൈസയൊന്നും ഇത്ര വായനശാല കിട്ടില്ല. ഞാൻ 1 ലക്ഷം രൂപ കൊടുത്തില്ല. എൻ്റെ കെയർ ഓഫിലുള്ള 3-4 പേര് 1 ലക്ഷം കൊടുക്കില്ല, അത് കൊടുത്തില്ല. എന്നിട്ടും കൂടി ഇത്തവണ വായനശാല പരിപാടി കഴിയുമ്പോൾ കണക്ക് പൂർണ്ണമായിട്ട് നോക്കിയില്ല, ഈ പൈസ മിച്ചം. അപ്പം അത് സംഭവിക്കുന്നത് അത് നന്നായി കാര്യങ്ങൾ വിനിയോഗിക്കുന്നത് ആൾക്കാർക്ക് പോകുന്നത്. ഞങ്ങൾക്ക് തന്നെ പറയുന്നത് നിങ്ങൾക്ക് 1.5 ലക്ഷം 2 ലക്ഷം അക്കൗണ്ടിൽ പോയി, പക്ഷെ അവർക്ക് പേര് കേട്ടാൽ സംശയം ഉണ്ടാകുന്നുണ്ട്.
നമ്മുടെ റെസീറ്റ് വേണ്ടത് ഹോസ്റ്റൽ ചോദിച്ചു വരെ വന്നാലും റെസീറ്റ് പോലും ഓർത്ത് വേണ്ട. കാര്യം അവർക്ക് അത്ര വിശ്വാസം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്നത് എന്നുള്ള പ്രാർത്ഥനയാണ്. ഇത് ലാബിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ അറിയുന്നതാണ്. എൻ്റെ വൈഫൊക്കെ ആശുപത്രികളിൽ സമയത്ത് ഏതാണ്ട് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടായിരുന്ന സമയമാണ് എൻ്റെ വൈഫ് ആശുപത്രികൾ. എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്തത്ര പൈസ എൻ്റെ ഉണ്ടാകുന്ന സമയം ആശുപത്രികളുടെ സമയം. പക്ഷെ നമുക്കതൊന്നും പറയാൻ പറ്റില്ല. അത് നമുക്ക് പൈസ ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യാതായാണ് ഡോക്ടറുടെ മെഡിസിൻ കൊടുത്താലും മേടിക്കാൻ കാരണം എത്ര ലക്ഷങ്ങളൊന്നും നമ്മൾ വ്യവസായം ഉണ്ടാകും. അതിൻ്റെ കാരണം വെച്ചാൽ ഞാനൊരു 2019 ബിസിനസ് നടത്തുന്നത് അതിലൊരു ആ ഒരു ബിസിനസ്. പക്ഷെ ആ പൈസയിൽ നമ്മുടെ രക്ഷിക്കാനായില്ല. അപ്പൊ പിന്നെ നമുക്ക് ആ പൈസ കൊണ്ട് പറയാനില്ലത്. അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒരു സംരംഭം ഈ പടിഞ്ഞാറ് മുറിയിൽ ട്രെയിനിൻ്റെ കടം വരുമ്പോൾ എല്ലാവരും കൈതൽ വിടുന്ന ഞാൻ പോയി. പിന്നെ പോലെ നമുക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നമ്മൾ കുറെ നാളുകളായിട്ട് ലാഭവും അനുസരണം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പൊ അത് പൈസ 2 ലക്ഷം രൂപ വേണം. അതുകൊണ്ട് നടത്താൻ പറ്റാത്ത സാഹചര്യം. അതുകൊണ്ട് ഞാനിത് എൻ്റെ വൈഫിൻ്റെ പേരിലൊന്നും ഞാനൊന്ന് പറഞ്ഞത് തന്നെ ഞാൻ പറയാം. എന്തെങ്കിലും ഒരു എന്താ അവളുടെ പേര് വേണം. അതായത് അവളുടെ ആ എനിക്ക് രജനി ലാഭം നിൽക്കണമെന്ന് പോലും ആഗ്രഹമില്ല. എന്തെങ്കിലും ഒരു സ്മരണം എന്ന് വേണമെന്ന് മാത്രമേ പറഞ്ഞു. ഇപ്പൊ പാൻസല പോലത്തെ അത്യാവശ്യമുള്ള വീട്ടിൽ നിന്നിട്ട് അങ്ങനെ എഴുതി ആക്കി കൊടുക്കുന്നത്. പാൻസല പടിഞ്ഞാറ് മുറി കാണിച്ച് ടെക്നീഷ്യന്മാരെ കൊണ്ട് കാണിച്ചിട്ട് എനിക്ക് വളരെ സൗകര്യപ്രദമാണ്. നമുക്ക് ഉദ്ദേശിക്കുന്ന രീതി നടത്താൻ പറ്റുന്നതാണ്. അങ്ങനെയാണ് ഞാൻ അപ്പുറത്ത് വാങ്ങിച്ചിട്ടുള്ള സ്ഥലം. വലിയ പ്രശ്നമുണ്ട്. കടമലയിലുള്ള പണി അങ്ങനെ വലിയ വായ്പ സ്ഥലമാണ്. ആ സ്ഥലത്താണ് ചെറിയൊരു സംരംഭമായിട്ടാണ് തുടങ്ങിയത്. സ്ഥലത്ത് ചെല്ലുമ്പോൾ കുറേ അധികം പൈസ മുടക്കും. എനിക്കാണെങ്കിൽ യാതൊരു രീതിയിലും വിട്ടുപോകില്ല. എന്ന് മാത്രമല്ല ഇനിയും വേണമെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ മുടക്കാം എന്നുള്ളതാണ്. ഇത് നമുക്കത് പൈസ ഉണ്ടാക്കാനാണ് പറഞ്ഞപ്പോൾ നമ്മൾ സാധനത്തെ സൂചിപ്പിക്കുന്ന അക്കൗണ്ടിനെ കാണുമ്പോൾ ഞാൻ വളരെ നിർത്തിയാണ്. 2 സെന്റ് സ്ഥലത്തിന് പുറപ്പെടുന്നത് 40 ഞങ്ങൾ നമ്മൾ കാണാറുണ്ട്. 2 സെന്റ് സ്ഥലത്തിന് വേണ്ടിയാണ്. അപ്പം ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് സമൂഹം തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. പൈസയൊക്കെ എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യനെ അതിൻ്റെക്കാൾ വലുതല്ല പൈസ. അതുകൊണ്ട് എല്ലാവർക്കും പലഘട്ടങ്ങളിൽ ബോധ്യപ്പെടുന്നു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു ലാഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് നമ്മൾ 40% മുതൽ 50% ഡിസ്കൗണ്ട് കൊടുത്ത് ഒരു 100 രൂപയുടെ പരിശോധന പുറത്തിലാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 60 രൂപ 50 രൂപയ്ക്ക് നമ്മളവിടെ ഈടാക്കുന്നത്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ കൂടുതൽ അതിന് ചിലവിട്ടില്ല. അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ട് അത് പരമാവധി എത്ര കൊടുക്കുക അത്രയും കുറച്ചുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ കുറച്ചാണ് നമ്മളിപ്പോഴും ചെയ്യുന്നത്. പക്ഷെ എന്നിട്ടും പൈസ മിച്ചം. അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മുടെ ഈ സമൂഹത്തിലുള്ള ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമ്മളെ ചൂഷണം ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി ഞാനത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ നമ്മൾ 40% 50% കൊടുത്ത് ഡിസ്കൗണ്ട് കൊടുത്ത് നടത്താൻ പറഞ്ഞിട്ടും പൈസ മിച്ചം. അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്താണെന്ന് എൻ്റെ വൈഫുള്ള ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിന്റെ പറയുന്നത് ഇൻഫെക്ഷൻ ഉണ്ട്. അത് ഒരു വൈറസ് ആണോ ബാക്ടീരിയ ആണോ വേണം അത് പരിശോധന നടത്തും. നമ്മുടെ സ്ഥലത്ത് ചെയ്ത് കുഴപ്പമില്ല. പക്ഷെ പൈസ കൂടുതലാണ്. ഞങ്ങൾ എത്രയാണ് 21,000 രൂപയാണ്. അങ്ങനെ കുഴപ്പമില്ല സാർ. അറിയാം നമുക്ക് നന്നായിട്ട് ഞങ്ങൾ ഓൾറെഡി മരുന്ന് ചെയ്യുന്നുണ്ട്. നോക്കിയിട്ട് വലിയ കാര്യമില്ല. എന്നാലും ഒന്ന് അറിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് സാർ കുഴപ്പമില്ല സാർ ചെയ്തോളാം. അതൊക്കെ ചിലപ്പോൾ 1000 രൂപയാകുള്ളതായിരിക്കും അത് മെഡിസിൻ. അപ്പൊ അത് നമ്മൾ അതിൽ നിന്ന് ഞാൻ പറഞ്ഞത് 40% 50% ഡിസ്കൗണ്ടോടുകൂടി നമ്മളിത് ചെയ്തിട്ടും ആ പ്രസ്ഥാനത്തിൽ ഇപ്പം പൈസ മിച്ചം. നമ്മൾ 22-22 ദിവസങ്ങൾ വർക്ക് ചെയ്യണം. അപ്പൊ അത് അതിന്റെ പൂർണ്ണമായ ഒരു സംവിധാനത്തിലായി വരുന്നില്ല എന്നിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ എത്രത്തോളം ഇതിലേക്കുള്ള വിഷമിക്കുന്ന കുടുംബങ്ങളെ എത്രത്തോളം ചൂഷണം ചെയ്യാമെന്നാണ് ആശുപത്രിയിൽ അടക്കമുള്ള കൊച്ചു സ്ഥാപനങ്ങളും ഒരു വലിയ സ്ഥാപനങ്ങളും ശ്രമിക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരണം. അതിന് മാറ്റം വന്നെങ്കിൽ നമ്മളത് വലിയ സംവിധാനം ഉണ്ടാവും കാണുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്നോട് കുറച്ച് കൂട്ടുകാരോട് പറഞ്ഞു നമ്മളിപ്പോ എനിക്ക് നാളെ തോന്നുന്നത് ഇന്നോവ കാറ് നടക്കണമെന്ന് തോന്നിയാൽ 10 ലക്ഷമാണ്. പിന്നെ അതിന്റെ കൂടെ പെട്രോൾ ചെറിയ കാശ് വിലയും വിട്ടുകൊണ്ടിരിക്കും. എത്രയോ സുഖമാണ് നമുക്ക് മനസ്സിൽ കിട്ടുന്നത് അവരല്ല. അപ്പം പൈസ എന്ന് പറയുമ്പോൾ മനുഷ്യനുണ്ടാക്കണം. ഞാനൊക്കെ വലിയ ജോലി കഴിഞ്ഞിട്ട് വന്ന് ജോലിക്ക് തന്നെ നമ്മുടെ ബിസിനസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വരുമാനം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കൊണ്ട് കഴിയാവുന്ന അമ്മാറൊക്കെ തന്നാലെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ട് കഴിയാവുന്ന നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നത്. അത് എത്ര തുടരാമെങ്കിൽ അത്രയും നാൾ കൊടുക്കും. എന്തായാലും എനിക്ക് നൽകിയ ഈ ആദരവ് ഞാൻ തീർച്ചയായും വായനശാല എല്ലാ പ്രവർത്തനങ്ങളുമായി സമർപ്പിക്കുന്നു. വായനശാല എല്ലാ പ്രവർത്തനങ്ങളും ഒരു നേതൃത്വപരമായ പങ്ക് മാത്രമാണ് കൂടുതൽ നാളായിട്ട് വഹിക്കുന്നത്. എന്തായാലും തീർച്ചയായും അതിൻ്റെ പ്രവർത്തകരായി ഒറ്റയ്ക്കും ഈ കൂട്ടായ്മയ്ക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേക അംഗീകാരമായിട്ട് ഞാനിത് കാണുന്നു.
നമ്മുടെ വായനശാലയിൽ എല്ലാ വർഷവും വാർഷികത്തിലും എല്ലാ വാർഷികവും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം എന്നുള്ളത് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ നാട്ടുകാരെ അറിയിക്കാറുണ്ട്. ഫേസ്ബുക്ക് വഴിയില്ല, വാട്സപ്പ് വഴിയില്ല, പത്രത്തിൽ കൊടുക്കുന്നത് എല്ലാ വാർഷികത്തിലും വരുന്ന ഒരു പ്രധാനപ്പെട്ടവരാണ്. അന്ന് ഞാൻ അതായത് യോഗങ്ങൾ വിശദീകരിക്കുമ്പോൾ പല ആൾക്കാരും വളരെ രോഷത്തോടെയാണ് പറയുന്നത് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇതൊന്നും നാട്ടുകാർ അറിയില്ലാതെ വരും. അന്ന് ഞാൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ പ്രചരിപ്പിക്കുന്നതാണ് ജനങ്ങൾക്ക് അത് അനുഭവിച്ചുള്ള നമ്മൾ തന്നെ പ്രചരിപ്പിച്ചത്. അപ്പൊ ഇന്നലെ തന്നെയാണ് നമ്മുടെ വായനശാലകൾ വന്നിട്ട് ഫിസിക്കലായിട്ട് പോസ്റ്റുകളൊക്കെ ആരൊക്കെയാണ് ശരിയെന്ന് പോലും നമുക്കറിയാൻ പറ്റും. അത് 100-200 പേരിനടുത്ത് ആ പോസ്റ്റ് ഷെയർ ചെയ്തു. അപ്പൊ എന്താണ് നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കുന്നതല്ല, അതൊന്നും നിലനിൽപ്പുണ്ടാകും. അപ്പൊ അത് നമ്മൾ സ്വയം അത് ആർജിച്ച് ജനങ്ങൾക്ക് അതിന്റെ ഗുണഫലങ്ങൾ എത്തിച്ചേരുമ്പോൾ അത് അർത്ഥവത്തായി മാറും. അത് അന്ന് തുടക്കത്തെ ആ യോഗങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ തീർച്ചയായും വായനശാല അത്യാവശ്യം കുറച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിന് പൂർണ്ണമായ സപ്പോർട്ട് ജനങ്ങളുടെ ഭാഗത്ത് എല്ലാവരുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. അത് തീർച്ചയായും വായനശാല തുടർന്നും എന്നുള്ളത് മുന്നോട്ട് കൊണ്ടുപോകും. അത് 1-2 വ്യക്തികൾ ചേർന്നാണ് ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല. പെട്ട അയൽക്കൂട്ടങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ അയൽക്കൂട്ടം ഒരു അയൽക്കൂട്ടങ്ങൾ 10-45 ലക്ഷം രൂപ ആസ്തിക അയൽക്കൂട്ടങ്ങളാണ്. 10-22 വർഷമായിട്ട് കൊടുക്കുന്ന അയൽക്കൂട്ടങ്ങളാണ്. അതിനകത്ത് ഓരോ അയൽക്കൂട്ടങ്ങളും 2.5 ലക്ഷം 3 ലക്ഷം ഒരു ബാങ്കിന്റെ സഹായമില്ലാതെ ലോൺ കൊടുക്കുന്നു. അപ്പോൾ ഒരു വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ രണ്ട് പേരുടെ ലോണെടുത്താൽ 6 ലക്ഷം രൂപ കിട്ടും. അങ്ങനെയുള്ള അയൽക്കൂട്ടങ്ങൾ വാങ്ങിച്ചാൽ ഒരു ബാങ്കിൽ 1 രൂപ ലോൺ എടുക്കാൻ വാങ്ങിച്ചാൽ ഒരു അയൽക്കൂട്ടം തയ്യാറാകത്തുമില്ല, സമ്മതിക്കത്തില്ല. അപ്പൊ അങ്ങനെ സ്വയം ആർജിച്ച ഫണ്ട് കൊണ്ടുപോയിരിക്കുന്ന അയൽക്കൂട്ടങ്ങളാണ്. അത് ഏറ്റവും മഹത്തരമായ കാര്യമായി തോന്നുന്നു. ഇപ്പൊ എല്ലാ ഓരോ ആദ്യം തുടങ്ങിയ അയൽക്കൂട്ടങ്ങൾ 45-47 ലക്ഷം രൂപയാണ് ആസ്തി. അങ്ങനെ 9 അയൽക്കൂട്ടങ്ങൾ. അതുകൊണ്ട് അത് വളർന്നതോടുകൂടി വായനശാലയ്ക്ക് നല്ലതായി, നാട്ടുകാർക്ക് നല്ലതായി, വായനശാല പ്രവർത്തനങ്ങൾക്കും ഇപ്പൊ ഒരു കാര്യങ്ങളൊക്കെ ഒരു സൈക്കിൾ മേടിക്കുമെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം കാണും. അപ്പൊ ഓരോരുത്തരും വായനശാലയിലെ 10-200 250 250 ഓരോരുത്തർക്കും ഓരോ കണക്ഷൻ. അപ്പൊ എനിക്കെല്ലാം കണക്ഷനായിട്ട് വേറൊരാണ് കണക്ഷൻ. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് ഇനിയും നമുക്ക് ശക്തിയോടെ തുടരണം. നമുക്കുള്ള എല്ലാ നമുക്ക് ലോകത്ത് മുഴുവൻ നന്മ നൽകാൻ നമ്മുടെ മാർഗ്ഗമില്ല. നമ്മുടെ പരിമിതമായ സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യുക. ജീവിതത്തിന്റെ അവസാനം ഇതൊക്കെ മിച്ചമുണ്ടാവുന്നതാണ് നമ്മുടെ വിശ്വാസം. സാധാരണ അത് കോടിക്കണക്കിന് കൂട്ടി വെക്കുന്നവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാറുള്ളത്. നമുക്ക് അങ്ങനെയൊന്നുമില്ല. തുടക്കത്തിൽ തന്നെ അങ്ങ് തുടങ്ങിയിരിക്കും. അപ്പൊ നിൽക്കുള്ളത് നിൽക്കുകയാണ്. നമുക്ക് വേറെ നമുക്ക് യാതൊരു രീതി ആശങ്കകളൊന്നുമില്ല. എന്തായാലും സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യാൻ കഴിയുന്നത് വളരെ ഭാഗ്യമായി കഴിയുന്നതാണ് ഞാൻ. അപ്പൊ അത് എന്റെ മക്കളാണെങ്കിലും ഒരു പൂർണ്ണമായ സപ്പോർട്ടാണ്. അത് ഉണ്ടാകുന്നത് തന്നെയാണെങ്കിൽ നമ്മൾ വായനശാല എല്ലാം മുന്നോട്ട് കഴിയാവുന്ന എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. എനിക്കതുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ഉത്തരവിയുടെ ഒരു അംഗീകാരമായി നമ്മളിതിനെ കാണുന്നു. തീർച്ചയായും ഈ യോഗത്തിലവർക്ക് വായനശാലയെക്കുറിച്ചും ഇതിനെക്കുറിച്ചും നല്ലതാക്കുകയാണെങ്കിൽ എല്ലാവരോടും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഷാജി വായനശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവിടുത്തെ എല്ലാ വാക്കുകളും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സപ്പോർട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അരങ്ങെന്നുള്ള സംഘടന ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലൊക്കെ കഴിവുള്ളവരെയൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. തീർച്ചയായും നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അത് എല്ലാവരുടെയും അരങ്ങിന്റെയും വായനശാലയുടെയും എല്ലാവരുടെയും ലക്ഷ്യം സമൂഹത്തിന്റെ നന്മയാണ്. അതിന് ഓരോ മാർഗം സ്വീകരിക്കുന്നത് മാത്രം. അത് വായനശാല ഇതേ രീതിയിൽ പോകുന്നു, അരങ്ങ് വേറെ രീതിയിൽ പോകുന്നു, എല്ലാ സംഘടനകളും വ്യത്യസ്തമായ തലത്തിലേക്ക് പോകുന്നു. എന്തായാലും എല്ലാ ഈ കടൽപ്പാടം മുഴുവൻ പേരും പ്രത്യേകമായ നിർണ്ണയപ്പെടുത്തുന്നത് കാക്കിലിരിക്കുന്നു. മഹനീയ വ്യക്തിത്വങ്ങൾ സഹൃദയവേദി എന്ന നല്ല മനുഷ്യരുടെ കൂട്ടായ്മയിൽ വെച്ച് ഈ സമൂഹത്തിൽ നല്ല മനസ്സുകളെ തേടിയെത്തുന്ന അരങ്ങ് നന്മ നിറഞ്ഞ മനസ്സുകളെ വെച്ച് നിഷ്കളങ്കനായ ഒരു പുണ്യ മനുഷ്യനെ ആദരിക്കുന്ന ഒരു ദിവസമാണ്. അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ദൈവം എല്ലാവരിലും നമുക്കറിയാം നന്മകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ നന്മകള് നമുക്ക് ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ ബൈബിൾ തുടക്കം മുതൽ അവസാനം വരെ വായിച്ചാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടിരിക്കുന്നത് സ്നേഹം, സമാധാനം എന്നുള്ള വാക്കുകളാണ്. അതിൽ ആ സ്നേഹം സമാധാനം നിറഞ്ഞ ആ ബൈബിളിൽ ഒരു ഭാഗം എനിക്ക് തന്നെ സംശയം തോന്നിയിട്ടുണ്ട്. സ്നേഹം മാത്രം വിതറിയ ദൈവം മനുഷ്യനെ നോക്കിയിട്ട് ഒരു രണ്ട് നഗരങ്ങളെ നശിപ്പിച്ചു കളയുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. സ്വതവും ഗോറവും എന്ന് പറയുന്ന 2 നഗരം. ആ നഗരങ്ങളെ നശിപ്പിക്കാൻ തീരുമാനിക്കാൻ ദൈവം എടുത്ത കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ മ്ലേച്ഛകരമായ ഒരു അവസ്ഥയിലേക്ക്
സ്വാർത്ഥമായി സങ്കല്പിക്കുന്ന ഒരു മനസ്സുകളിലേക്ക് ആ ജനം മാറിയത് കൊണ്ടാണ്. അവിടെ നിൽക്കുന്ന ആ നല്ല 2 മനുഷ്യനെ കണ്ടെത്തി ദൈവം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു 10 ഈ നഗരം ഞാൻ നശിപ്പിക്കാതിരിക്കാം, എനിക്ക് 10 നന്മ നിറഞ്ഞവരെ കാണിച്ചു തരാമോ? അവസാനം ദൈവം പറയും, എനിക്ക് ഒരാളെ കാണിച്ചു തരാമോ? അങ്ങനെ പോലും കാണിച്ചു തരാൻ പറ്റാത്തത് കൊണ്ടാണ് ഗന്ധകവും തീയും ഉപയോഗിച്ച് ആ ദൈവം ആ നഗരത്തെ നശിപ്പിച്ചു കളയുന്നതായിട്ട് ബൈബിളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ അത് എടുത്തു പറയാനായിട്ടുള്ള കാരണം, നമ്മളിൽ നിക്ഷേപിച്ചിട്ടുള്ള നന്മകള് നമ്മൾ കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമായി തീരുന്നത്. ഇപ്പോൾ കുഞ്ഞുമോചേട്ടനെ നമ്മൾ ആദരിക്കുന്ന സമയത്ത് ഈ വാചകങ്ങൾ അനർത്ഥമാവുകയാണ്. അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന്റെ പൂർത്തീകരണമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനത് എടുത്തു പറയാൻ കാരണം, ആരെയും പ്രോത്സാഹിപ്പിക്കുന്ന, ആരെയും ചേർത്ത് പിടിക്കുന്ന കുഞ്ഞുമോചേട്ടന് ഈ ആദരവ് നൽകുമ്പോൾ, അരങ്ങേറ്റം കണ്ടെത്തിയ ആദരവ് നൽകുമ്പോൾ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാ ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്കും നാട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. എല്ലാവരുടെ അനുവാദത്തോടെ